പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു പ്രഭാതമാണ് ദൈവം നമുക്ക് തന്നത്. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലെ 2 പദങ്ങളാണ്. ഒന്ന് ഞാനിങ്ങനെ വായിക്കട്ടെ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് സ്തോത്രം. നാം ആരാധിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ദൈവം നമ്മൾക്ക് വരാൻ പോകുന്ന ആപത്തുകളുടെ മധ്യത്തിൽ എങ്ങനെയാണ് ദൈവം നമ്മെ സംരക്ഷിക്കുന്നത്? ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ദൈവം തൻ്റെ ശക്തിയാൽ തൻ്റെ മക്കളെ കാക്കുന്ന ദൈവമാണ്. ശത്രുക്കൾ വരുന്നത് കാണുമ്പോൾ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നത് പോലെ നമുക്കെതിരായി വരുന്ന സകല പ്രതികൂലങ്ങളുടെയും നടുവിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്കെതിരായി ഉയർന്നു വരുന്ന സകല പ്രതികൂലത്തിന്റെ തിരമാലകളിൽ നിന്നും ദൈവം നമ്മെ കാക്കുന്ന ദൈവമാണ്. Who is our God? ദൈവം ആരാണ്? സകല പ്രതികൂലത്തിൽ നിന്നും അവൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാണ്. ആർക്ക് പറയാൻ കഴിയും ഇതുപോലെ? യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട്, അർത്ഥാൽ ഞാൻ നിന്നെ കാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു കൊടും വനത്തിന്റെ നടുവിലുള്ള വിജനമായ സ്ഥലത്ത് കുറെ ആടുകളുമായിട്ട് ഒരു ഇടയൻ രാത്രി പാർക്കുമ്പോൾ ആടുകൾ കിടന്നുറങ്ങുമ്പോഴും ഇടയൻ ഉറങ്ങാൻ കഴിയത്തില്ല. കാരണം കൊടും വനത്തിന്റെ നടുവിലുള്ള സ്ഥലത്താണ് ഈ ആടുകളെ പാർപ്പിച്ചിരിക്കുന്നത്. ഏത് സമയത്തും വന്യമൃഗങ്ങൾ കടന്നു വന്ന് ഈ ആടുകളെ തിന്നുമെന്ന് അറിയാമെന്നവൻ ഇടയനാ. ആടുകൾക്ക് അതറിയത്തില്ല. അവർ തീറ്റയൊക്കെ കഴിച്ച് കുറെ നേരമൊക്കെ കിടന്ന് അവിടെ സന്തോഷിച്ചിട്ട് അവരങ്ങ് കിടന്നുറങ്ങും. പക്ഷെ ഉറക്കം വരാത്ത ഒരുവരാണ് ഇടയനെങ്കിൽ, ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു, ഈ ഭൂമി മണ്ഡലമാകുന്ന കാട്ടിനുള്ളിൽ വിശ്രമത്തിനായി നമ്മെ ആക്കിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിനറിയാം നമുക്ക് നേരെ വരുന്ന പ്രതികൂലങ്ങളുടെ ശക്തി എത്ര വലിയതെന്ന്. നാം രാത്രിയുടെ യാമങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ, നാം പകൽ പല മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്കൊരാപത്ത് പോലും വരാതെ വണ്ണം നമ്മെ കാക്കുന്ന സർവകൃപാലുവായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ നിങ്ങൾ അറിയണം സഹോദരങ്ങളെ. ഈ ദൈവത്തിനൊപ്പം വെക്കാൻ ഇന്ന് ഭൂമിയിൽ വേറൊരു ദൈവമില്ല. യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ആടുകളുടെ നല്ലിടയനായ കർത്താവ് പറയുന്നു, ഞാൻ നല്ലിടയനാകുന്നു. എന്റെ കയ്യിലുള്ള ആടുകളെ ആർക്കും തട്ടിപ്പറിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവം ആരാണ്? നമുക്ക് സംരക്ഷകനാണ്. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും നമ്മെ വിടുവിച്ച് തൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കി നമ്മൾ എത്തേണ്ടിടത്ത് നമ്മളെ എത്തിക്കുന്ന ദൈവം അത്രയും നമ്മുടെ ദൈവം. ആകയാ ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ പറയുന്നു, ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾ. 2 പദമാണ് അവിടെ പറഞ്ഞത്. ഒന്ന് ദൈവം, 2 ദൈവത്തിന്റെ ശക്തി. ദൈവം ആരാണ്? സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഈ അധികാരമുള്ള, ഈ അതേ ഗുണങ്ങളുള്ള ഈ ദൈവത്തിന്റെ ശക്തിയെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കാട്ട്. സ്തോത്രം. നമ്മൾ ചിന്തിച്ചെടുക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവത്തിന്റെ ശക്തി. ആ ദൈവം നമ്മളോട് പറയുക, എന്റെ ശക്തിയാൽ ഞാൻ നിങ്ങളെ കാക്കുന്ന ദൈവം അത്ര. ഇന്ന് പകൽക്കാലം നമുക്കെതിരായി വരുന്ന സകല പ്രതികൂലങ്ങളെയും സകല വേദനകളിൽ നിന്നും വിടുവിപ്പാൻ ദൈവശക്തനാണ്. നിങ്ങൾ തളർന്നു പോകരുത് ദൈവമൈതലേ.
നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. യെസ്, പൗലോസിനെ പോലെ ഇന്ന് പകൽക്കാലം നെഞ്ചത്ത് കൈവച്ച് ആത്മാവിന്റെ ശക്തി പ്രാപിച്ച ദൈവമായതിലെ നീ ധൈര്യത്തോടെ ഈ പ്രഭാതത്തിൽ പറഞ്ഞ് നിന്റെ ജീവിത യാത്രയൊന്ന് ആരംഭിച്ച്, എന്റെ ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ഞാൻ കാക്കപ്പെടാൻ പോകുക. എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ ബിസിനസ്, എന്റെ സകലതും എന്റെ ദൈവത്തിന്റെ ശക്തിയുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ എന്നെ ദൈവം ആക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട് അങ്ങനെ ഇന്ന് പകൽക്കാലം ആ ദൈവശക്തിയിൽ കാക്കപ്പെടുവാൻ? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ നമ്മളെ തന്നെ കാത്തുകൊടുത്താണ്. ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തിന്റെ ശക്തിയാൽ നമ്മെ കാക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ നമ്മുടെ ജീവിതയാത്ര നമുക്ക് മുൻപോട്ട് പോകാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ കൊടും വനത്തിൽ, ഈ ലോകമാകുന്ന കൊടും വനത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹോദരങ്ങളെ. യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ദൈവം നിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ സംരക്ഷിക്കും. വിശ്വസിക്കുക, മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിക്കുമാണ്.